വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ആഴ്ചയിൽ ഉടനീളം ന്യൂയോർക്ക്, ദുബായ്, ഷാർജ എന്നീ സ്ഥലങ്ങളിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളും അതുപോലെ സാക്ഷ്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്രം കണ്ട് തൃപ്തിപ്പെടാതെ മറ്റുള്ളവരോട് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിളിക്കുക, വാട്സപ്പിലൊരു മെസ്സേജ് അയയ്ക്കുക, SMS അയയ്ക്കുക. കാരണം മറ്റുള്ളവർ കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചെന്നൈയിൽ നിന്നും അഡ്വക്കേറ്റ് ബാബുജി ജേക്കബ് ആൻഡ് ബെൻസി ബാബുജി ജേക്കബ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഈ എക്സ്ക്ലൂസീവ് സ്പോൺസർഷിപ്പിനോട് ചേർന്ന് വലിയൊരു പ്രൈസ് റിപ്പോർട്ട് അയച്ച് തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ദിസ് എ ലോങ് പ്രൈസ് റിപ്പോർട്ട്. പക്ഷേ അതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞാൽ 2011 ആദ്യമായി, ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഇതേ ഫാമിലി എക്സ്ക്ലൂസീവ് സ്പോൺസർഷിപ്പ് ചെയ്യുന്നത്. 2011 നവംബറിൽ ആദ്യത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന സമയത്ത് കൊച്ചുമക്കളില്ലാതെ വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ആ സ്പോൺസർഷിപ്പിന് ശേഷം കാനഡയിലുള്ള ടൊറൻറ്റോയിലുള്ള മൂത്ത മകൾക്ക് കർത്താവ് ഒരു മകളെ കൊടുത്തു, ഇഷ. ഇന്ന് ആ മോളുടെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഇഷ മോൾ. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ തന്നെ വീണ്ടും അടുത്തൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു, അടുത്തൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു മകനെ കൊടുത്തു. അതിനുശേഷം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി, ഹെൽത്ത് ഇഷ്യൂസ്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി എല്ലാം ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഓരോന്നിനും കർത്താവ് അത്ഭുതകരമായി മറുപടി കൊടുത്ത് ആ കുടുംബ ബന്ധത്തെ സകലത്തെയും കർത്താവ് അനുഗ്രഹിച്ചു. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒന്നാമതായി കർത്താവ് ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അങ്ങേക്ക് നന്ദി പറയും. മൂത്ത മകൾ ബിനീറ്റയ്ക്കും കുടുംബത്തിനുമായി ഒരിക്കൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമല്ല, ടൊറൻറ്റോയിൽ ശരിയായൊരു ലൊക്കാലിറ്റിയിൽ ലെറ്റ് ദം റിസീവ് ദ റൈറ്റ് ഹൗസ് ഫാദർ. ലീഡ് ദം ടു ദാറ്റ് ഇൻ ജീസസ് നെയിം. മകൾ ഇഷയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് എല്ലാ ജന്മദിന നന്മകളും അനുഗ്രഹങ്ങളും ആ പൈതലിൻ്റെ മേൽ ഞങ്ങൾ പകരുന്നു. അവളുടെ സ്കൂളിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത മകൻ ഏഴിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല ആരോഗ്യം നൽകണമേ. അതുപോലെ കർത്താവെ, എല്ലാ ബാല്യകാലത്തിലെ എല്ലാ അസ്വസ്ഥതകളും അരിഷ്ടതകളും രോഗങ്ങളും കർത്താവ് മാറ്റി പൂർണ്ണ ആരോഗ്യത്തിൽ പൈതലിനെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകൾ സൂറിച്ചിലുള്ള ബോബിക്ക് വേണ്ടിയും ഹസ്ബൻഡിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദമ്പതികൾക്കും അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ പ്രോസ്പെറിറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാബുജി ഫാംസ് എന്ന അവരുടെ പ്രസ്ഥാനത്തിലുള്ള എല്ലാ എംപ്ലോയീസിന് വേണ്ടിയും ദീർഘവർഷങ്ങൾ കർത്താവ് വിശ്വസ്തരായി സത്യസന്ധരായി തന്നോടുകൂടെ ജോലി ചെയ്തതിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ചെങ്ങന്നൂരിലുള്ള അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുമിച്ച് അവർ ആ അമ്മയെ കരുതുവാനും എല്ലാറ്റിനുമുള്ള സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് ഒരുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ബാബുജിയങ്കിളിനെ ബെൻസി ആൻറ്റി അങ്ങയുടെ കൈകളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. നല്ല ആരോഗ്യത്തിൽ കാക്കണമേ. സകല അനുഗ്രഹങ്ങളാൽ അഭിവൃദ്ധിയാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബാബുജി അങ്കിൾ ഫോർ സ്പോൺസറിങ് വൺ മോർ എപ്പിസോഡ്. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, തൃശൂർ. ദിവസവും
രാവിലെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാറുള്ള ഒരു മകളായിരുന്നു. എങ്കിലും ഇവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂട്ടായ്മയിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ല, സത്യത്തിൽ എനിക്ക് സത്യ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കൊതിയുണ്ട്, ഇതിനൊരു സാഹചര്യം എനിക്ക് വേണ്ടി ഒരുക്കി തരണമെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയത്ത് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഉണ്ടാകുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കോട്ടയം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കടന്നു വന്നു. അന്നത്തെ ആരാധനയിൽ സംബന്ധിച്ചു. അവൾ അന്ന് ഹൃദയം തുറന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതുപോലെ നിത്യവും അങ്ങയെ ആരാധിക്കുവാൻ, സത്യ ദൈവം എന്തെന്ന് തിരിച്ചറിയുവാൻ എന്നെ ഒന്ന് സഹായിക്കണം കർത്താവേ എന്നൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ യേശുവിനെ ആരാധിക്കുന്ന ഒരിടത്തിൽ എന്നെ കൊണ്ടുചെന്ന് ആക്കണമെന്ന് ഇവൾ പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് നിന്ന് ഈ മകൾക്ക് ഒരു ജോലിക്ക് ഒരു ഓഫർ വരുന്നത്. അങ്ങനെ എറണാകുളത്ത് നിന്ന് ജോലിക്ക് ഓഫർ വന്നു. ഈ ഇവളുടെ ജോലി എന്ന് പറഞ്ഞാൽ അംഗവൈകല്യമുള്ളതും ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളൊരു ജോലിയായിരുന്നു. ഇവൾ പറഞ്ഞത്, എന്ത് ജോലിയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല കർത്താവേ, എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ പറ്റണം, അവിടത്തേക്ക് എന്നെ കൊണ്ടുപോകണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഏത് ജോലിയായാലും എന്ത് ശമ്പളമായാലും ഒന്നും നോക്കാതെ അവൾ എറണാകുളത്ത് വന്നു. അന്ന് മുതൽ ഇവൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ആരാധനാലയത്തിൽ വരികയും ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. 2015 ജനുവരി മാസമായിരുന്നു ആദ്യമായിട്ട് ഈ മകൾ ഇവിടെ വരുന്നത്. അങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേ സർവീസിന് ഇവൾ വന്നപ്പോൾ അതിനിടയിൽ ഇവൾക്കൊരു ജോലി ഓഫർ കുവൈറ്റിൽ നിന്ന് വന്നിരുന്നു. ഇതിനേക്കാളും മെച്ചമായ ഒരു ശമ്പളത്തിൽ നിന്നായിരുന്നു കുവൈറ്റിൽ നിന്ന് വന്നത്. പക്ഷെ അപ്പോൾ ഇവളുടെ അകത്തൊരു ആഗ്രഹം, കർത്താവെ, അവിടെ പോയാൽ എനിക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുഡ് ഫ്രൈഡേ സർവീസിൽ നമ്മുടെ ദൈവദാസൻ ഒരു മെസ്സേജ് കൊടുത്തു, ട്രാഷ് ഓർ ട്രഷർ. അങ്ങനെ ഇരിക്കുന്ന മെസ്സേജിന്റെ ഇടയിൽ കുപ്പയോ മാണിക്യമോ, അങ്ങനെ ഇരിക്കുന്ന മെസ്സേജിന്റെ ഇടയിൽ ദൈവദാസൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതായത്, നിനക്കൊരു ജോലി ഓഫർ വന്നാൽ അതിൽ ശമ്പളം കൂടുതലുള്ളതിൽ പോകുമോ, ശമ്പളം കുറവുള്ളതിൽ പോകുമോ? ശമ്പളം കൂടുതലുള്ളത് ദൂരെയാണെങ്കിലും ശമ്പളം കുറവുള്ളത് അടുത്താണെങ്കിലും ഏത് നീ തിരഞ്ഞെടുക്കും? അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഈ ഒരു വിഷയം ഇവളുടെ അകത്ത് കിടന്ന് ഭാരപ്പെടുന്നത്. ഞാൻ എവിടെ പോകും? വീണ്ടും അതൊരു കൺഫ്യൂഷനായി. വീണ്ടും ദൈവദാസിന്റെ അടുക്കൽ വന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവദാസ് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ, കർത്താവ് അനുകൂലമെങ്കിൽ, കർത്താവ് ഏതാണ് നിനക്ക് തരുന്നതെങ്കിൽ അത് നിനക്ക് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇവൾ ആശ്വസിച്ച് മടങ്ങിപ്പോയി. ഈ ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവളുടെ ഓഫീസിൽ നിന്ന് വേറൊരു ഓഫർ വന്നിരിക്കുക. മോളെ, നിന്റെ ശമ്പളം ഞങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഇവൾക്ക് കുവൈറ്റിൽ കിട്ടാൻ ഓഫർ ചെയ്ത അത്രയും ശമ്പളം ആവില്ല. അപ്പോഴും ഇവളുടെ അകത്തൊരു വിഷമം നിൽക്കുകയായിരുന്നു. എങ്കിലും ഇവൾ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ശമ്പളത്തേക്കാൾ ഉപരിയായി എനിക്ക് കർത്താവിനെ കണ്ടാൽ മതി, എനിക്ക് പഴയ ജീവിതത്തിൽ നിന്നും ഒന്ന് മടങ്ങി വരണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ വലിയൊരു ഓഫറുമായിട്ട് ഇവളുടെ അടുക്കൽ വരികയാണ്. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഇടയിൽ കിട്ടുന്ന സമയത്ത് ഞങ്ങളുടെ ഫേമിൻ്റെ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് തരണം, വേറൊരു ശമ്പളം തരാമെന്ന് പറഞ്ഞു. നിനക്ക് കിട്ടുന്ന സമയത്തിൽ മിച്ചമായിട്ടുള്ള സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ അത് അതും ചെയ്തു. രണ്ടുപേരുടെയും ശമ്പളം കൂട്ടി നോക്കുമ്പോൾ അവൾക്കത് നല്ലതായി തോന്നി. ഇവൾ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഒത്തവണ്ണം യേശു ഇവളുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയും എപ്പോഴും എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് സത്യദൈവത്തെ ആരാധിക്കുവാൻ ഇവൾക്ക് കൊടുക്കുകയും ചെയ്ത വലിയ ആ ദൈവിക അനുഗ്രഹത്തിനായി ഇവളുടെ സാക്ഷ്യമായിട്ട് നിൽക്കുക. പ്രൈസ് ഗോഡ്. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതമാണ് ഈ കേട്ടത്. ഇപ്പോൾ കുവൈറ്റിൽ പോകുന്നതിനേക്കാൾ അതിനനുസരിച്ച് ഇവിടെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ കർത്താവ് അങ്ങ് മാനിച്ചു. എനിക്ക് എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതനുസരിച്ച് കർത്താവ് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കൂടെ കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. Ephesians chapter 4. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം. Verse number 8, 9 and 10. അതിന്റെ 8, 9, 10 വചനങ്ങൾ. This is why it says, when he ascended on high, when Jesus ascended on high, he took many captives and gave gifts to his people. അതിനാൽ അവിടുന്ന് ബദ്ധനസ്ഥരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Verse number 9. What does he ascended mean except that he also descended to the lower earthly regions?
9-ാമത്തെ വചനം, അവിടുന്ന് ഉയരത്തിൽ കയറി എന്നതുകൊണ്ട് അവിടുന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലേ? Now verse number 10. He who descended is the very one who ascended higher than all the heavens in order to fill the whole universe. ഇറങ്ങിയവൻ എല്ലാറ്റിനെയും നിറയ്ക്കേണ്ടതിന് എല്ലാ സ്വർഗാദി സ്വർഗങ്ങൾക്കും മീതെ കയറിയവനുമാകുന്നു. Somebody say hallelujah. ഹല്ലേലൂയ. Say thank you Jesus. നന്ദി യേശുവേ. Now this is a great revelation given to us. ഇത് നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഒരു വലിയ വെളിപ്പാടാണിത്. In nutshell, this is what Jesus did when he came down to this world and when he went up from here. നോക്ക്, ഈ ചുരുക്കത്തിൽ ഇതാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മുകളിലേക്ക് കയറി പോകുന്നതിനിടയിൽ ചെയ്തത്. Look here. ദയവായി ശ്രദ്ധിച്ചാലും Jesus came down all the way from heaven. ദയവായി ശ്രദ്ധിക്കാമോ? യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Lift your right hand. നിങ്ങളുടെ വലത്തെ കൈ ഉയർത്തിയാലും Look up. മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുക. Say this after me. എന്നിട്ട് എനിക്ക് ശേഷം പറയുക, My Jesus, My Jesus, my Savior, my Savior came came all the way from heaven from heaven to this world. to this world. Hallelujah. Hallelujah. And what did he do after that? അതിനുശേഷം അദ്ദേഹം എന്താണ് ഈ ഭൂമിയിൽ ചെയ്തത്? Paul says he took many captives and gave gifts to his people. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടുന്ന് ബന്ധനസ്ഥരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു. There are many aspects to these verses, but I'm giving you the simple one today. ഇവിടെ വലിയ പല ഭാഗങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും വളരെ എളുപ്പമുള്ള ചിത്രീകരണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. Jesus came down. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു. Look here. He did the greatest jailbreaking in history. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയിൽ ഭേദനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. All the captives under the influence and power and authority of Lucifer, he set them free. ഇപ്പോൾ സാത്താന്റെ വാഴ്ചകൾക്കും അധികാരത്തിനും കീഴിൽ കിടക്കുന്ന എല്ലാ ബന്ധനസ്ഥർക്കും യേശു കർത്താവ് സ്വാതന്ത്ര്യം കൽപ്പിച്ചിരിക്കുന്നു. Shout a big hallelujah. ഹല്ലേലൂയ. One more hallelujah. ഹല്ലേലൂയ. A third hallelujah to Jesus. Hallelujah. ഹല്ലേലൂയ. So when he went up, he took all the captives along with him. നോക്കുക, അദ്ദേഹം യേശു കർത്താവ് മുകളിലേക്ക് കയറി പോയപ്പോൾ കൂട്ടത്തിൽ ബന്ധനസ്ഥരായവരെ കൂടെ തന്നെ കൊണ്ടുപോയി. Hallelujah. Hallelujah. And not only that, he started showering gifts from heaven. എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ദാനങ്ങളെ, സമ്മാനങ്ങളെ അവർക്ക് ദൈവം പകരുവാനായി തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. Number one gift is the gift of the Holy Spirit. ഒന്നാമത്തെ സമ്മാനം അവൻ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നൽകി. By the way, that gift is available here in this New York Blessing Festival. അതിനിടയിൽ ഞാൻ പറഞ്ഞോട്ടെ, ഈ ആദ്യത്തെ ഈ സമ്മാനം ഈ ന്യൂയോർക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഇന്ന് രാത്രി ലഭ്യമാണ്. In all blessing festivals, not only our books, not only the many products, but the Holy Spirit is available. ഓർക്കുക, നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലും സമ്മാനമായി കൊടുക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിനെയും സമ്മാനമായി കർത്താവ് നൽകുന്നുണ്ട്. I'm going to read one more verse and conclude. ഒരു വചനം കൂടെ വായിച്ച് ഇന്ന് പൂർത്തിയാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. This is from Luke chapter 4 ഇത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം and verse number 18. അതിന്റെ 18-ാമത്തെ വചനം. Jesus is announcing his ministry beforehand. ഇവിടെ Before he started the ministry, യേശു കർത്താവ് തന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപായിട്ടുള്ള ഒരു ഭാഗമാണിത്. He says, the Spirit of the Lord is on me because he has anointed me to proclaim good news to the poor. He has sent me to proclaim freedom for the prisoners and recovery of sight for the blind, to set the oppressed free. 18-ാമത്തെ വചനം, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്നാൽ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തടവുകാർക്ക് സ്വാതന്ത്ര്യവും അന്ധർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കുവാനും മർദ്ദിതരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. So at the beginning of his ministry, he openly said that I have come to set the captives free. ഓർക്കുക, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ യേശു
കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞാൻ ബന്ധനസ്ഥരായവരെ വിടുവിക്കാനായിട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത്. Shout a big hallelujah. 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 What kind of captivity is mentioned here? എന്ത് തരത്തിലുള്ള ബന്ധനത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? Any kind of captivity. ഏത് തരത്തിലുള്ള ബന്ധനം? Back in India, when a meeting like this is going on, ഇതുപോലുള്ള മീറ്റിംഗ് ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് sometimes huge crowds will turn up. ചില സമയങ്ങളിൽ വലിയ ഒരു ജനസമൂഹം വന്നു ചേരാറുണ്ട്. People without any Christian elementary education whatsoever. യാതൊരു വിധത്തിലുള്ള ക്രിസ്ത്യൻ വിദ്യാഭ്യാസമോ പാരമ്പര്യമോ യാതൊന്നും തന്നെ ഇല്ലാത്ത ആളുകളാണ്. They don't know the Bible. അവർക്ക് ബൈബിൾ എന്തെന്നറിയില്ല. They don't know how to pray. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. Nothing. ഒന്നുമില്ല. No foundation. യാതൊരു അടിസ്ഥാനവുമില്ല. They simply come and stand in the crowd. അവർ ചുമ്മാ ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിൽക്കുന്നു. But when the prayer is going on, എന്നാൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന when the സമയത്ത് Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ without anyone praying for them, അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാതെ തന്നെ they get delivered from alcoholism. അവർ മദ്യപാനത്തിന്റെ ദുശീലത്തിൽ നിന്ന് പുറത്തു വരികയാണ്. So many bad habits, ഒത്തിരി ദുശീലങ്ങൾ, drug addictions, അതുപോലെ ഡ്രഗ് അഡിക്ഷൻ, evil life patterns. അതുപോലെ ജീവിതത്തിലെ പൈശാചികമായ പ്രകൃതങ്ങൾ. Why? Because the Holy Spirit moves in an invisible way. He doesn't need anyone's recommendation. ഓർക്കുക, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ആരുടെയും ശുപാർശയില്ലാതെ തന്നെ അദൃശ്യനായി പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ ഇടയിൽ കയറി ചെന്ന് പ്രവർത്തിക്കുകയാണ്. Shout thank you Jesus. Thank you Jesus. Shout thank you Jesus. ഒരിക്കൽ കൂടെ Balcony, shout thank you Jesus. Thank you Jesus. People everywhere shout thank you Jesus. എല്ലാവരും ചേർന്ന് Thank you Jesus. Hallelujah. Hallelujah. Through your faith you can activate the power of the Holy Spirit moving in your personal life. ഓർക്കുക, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ യേശു കർത്താവിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. Hallelujah. Hallelujah. The Holy Spirit tells me very clearly പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എന്നോട് that പറയുന്നു, some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ you are going through some kind of depression in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില നിരാശയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. But tonight, എന്നാൽ ഇന്ന് രാത്രി Jesus is here യേശു കർത്താവ് to ഇവിടെയുണ്ട്. set all the depression people out of all the gutters in their life. അവരുടെ ജീവിതത്തിലെ താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന്, നിരാശയിൽ നിന്ന് അവരെ കർത്താവ് പുറത്തേക്ക് എഴുന്നേൽപ്പിച്ചു വിടുവാനായി പോവുകയാണ്. Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ you are working very hard. നിങ്ങൾ വളരെ ശക്തമായി You are പ്രവർത്തിക്കുന്നു. doing all things that you know how to do, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എല്ലാം നിങ്ങൾക്കറിയാം. but you are not coming up financially. എന്നാൽ സാമ്പത്തികമായി നിങ്ങൾ ഒരിക്കലും ഉയർന്നു വരുന്നില്ല. What will happen to you? എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? I will tell you what is going to happen to you. എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാം. Jesus is going to set free from all the financial bondages tonight. ഇന്ന് രാത്രി എല്ലാ സാമ്പത്തികമായ ബന്ധനത്തിൽ നിന്നും യേശു കർത്താവ് നിങ്ങളെ സ്വതന്ത്രനാക്കാൻ പോകുകയാണ്. You will be out of the vicious cycle. നിങ്ങൾ ആ വലിയൊരു ചാക്രിക വലയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വ്യക്തിയായി തീരും. Many people are going round and round and round and they are not reaching anywhere. ഒത്തിരി ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി 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 നടക്കുന്നല്ലാതെ എങ്ങും എത്തിച്ചേരുന്നില്ല. But when you grab the hands, the fingers of Jesus, എന്നാൽ യേശു കർത്താവിന്റെ കൈകളിലേക്ക് നിങ്ങൾ ഒന്ന് കയറി പിടിക്കുകയാണെങ്കിൽ, the moment you'll be plugged into the power source, the divine electricity. ഒരു പ്ലഗിലേക്ക് കുത്തുമ്പോൾ അതിൽ നിന്ന് പവർ സോഴ്സ് ഇറങ്ങി വരുന്നത് പോലെ യേശുവിന്റെ കൈകളിലേക്ക് ഇന്ന് രാത്രി പിടിച്ചിട്ടുള്ളവരുടെ മേൽ അവന്റെ ശക്തി ഇറങ്ങി വരികയാണ്. There are some people sitting here. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ For many decades you are sick in your body. പതിറ്റാണ്ടുകളായി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ രോഗം അനുഭവിക്കുകയാണ്. Especially the Lord shows me one condition, some thyroid condition. പ്രത്യേകമായിട്ട് തൈറോയിഡിന്റെ ഒരു പ്രശ്നത്തെ കർത്താവിനെ കാണിക്കുന്നു. Hypothyroid or hyperthyroid, whatever it is, the Lord can heal you tonight. Not next year when the next New York Blessing Festival comes. ഓർക്കുക, അതൊരു പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കാം, ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കാം. ഏതാണെങ്കിലും അടുത്ത ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ, ന്യൂയോർക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലല്ല, ഇന്ന് രാത്രി ഇവിടെ വെച്ച് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. Shout a big hallelujah to this Jesus. Hallelujah. Tonight there is going to be a great jailbreaking right here. ഇന്ന് രാത്രി ഇവിടെ ഒരു വലിയ ജയിൽ ഭേദനം
Hallelujah. Hallelujah. Jesus is asking you one question. യേശു കർത്താവ് ഇന്ന് രാത്രി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. Is there anything too hard for me? എനിക്ക് അസാധ്യമായി ഏതെങ്കിലും കാര്യമുണ്ടോ? Give him the answer tonight. ഇന്ന് രാത്രി അതിന് ഉത്തരം നിങ്ങൾ പറ. Hallelujah. Hallelujah. Tell him what your answer is. എന്താണ് നിങ്ങളുടെ ഉത്തരം എന്ന് കർത്താവിനോട് പറ. അവൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? If you are afflicted with asthma problem, ആസ്മയുടെ പ്രശ്നം കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. from the time you landed in this land, there is a person sitting here. You are going through severe acute asthma problem. ഈ രാജ്യത്തേക്ക് നിങ്ങൾ വന്ന നാള് മുതൽ നിങ്ങൾ ഗൗരവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആസ്മയുടെ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. I am here to tell you that Jesus is your liberator. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കട്ടെ, യേശു കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നവരാണ്. Hallelujah. Hallelujah. As I am speaking these words, ഞാൻ ഈ വാക്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ a jailbreaking is happening here. ഇവിടെ ഒരു ജയിൽ ഭേദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. The strong man is defeated. ഇവിടെ ഇതാ ശക്തനായവൻ ഇവിടെ ഇതാ The പരാജയപ്പെട്ടിരിക്കുന്നു. stronger man has overpowered him. ഇവിടെ സ്ട്രോങ്ങർ മാൻ അതിശക്തനായവൻ ഇതാ ശക്തീകരണം സംഭവിച്ചിരിക്കുകയാണ്. And all the captives are set free. എല്ലാ ബന്ധനസ്ഥന്മാരും ഇവിടെ ഇതാ സ്വതന്ത്രന്മാരായി തീർന്നിരിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ തൃശൂർ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഓരോ ദിവസവും വേദനയിലൂടെ രോഗങ്ങളിലൂടെ പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, അങ്ങിപ്പോൾ കൈനീട്ടി അവരെ സൗഖ്യമാക്കണം. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രമേശ് എന്നു പേരുള്ളൊരു സഹോദരൻ ബ്രെയിൻ ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ബ്ലഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പലവിധ രോഗങ്ങൾ, നിങ്ങളെ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഇതെടുത്ത് നോക്കിയാൽ, റെക്കോർഡ് എടുത്ത് നോക്കിയാൽ പലതിലും തകരാറുകളുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ കർത്താവ് സൗഖ്യമാക്കുന്നതിൽ നന്ദി. TB ക്ഷയരോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് B സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് C സൗഖ്യമാകട്ടെ. അതുപോലെ തൈറോയിഡ്, അത് ഹൈപ്പോ തൈറോയിഡ് ആയാലും മറ്റു രീതിയിലുള്ളതായാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ലങ്സിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കൂടാതെ സ്കിൻ ഡിസീസുകൾ, വിവിധ രീതിയിലുള്ള ത്വക്ക് രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഞരമ്പുകൾ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ളവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ജോയിൻറ്റുകളിലും വേദനയുള്ള ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ കർത്താവ് റിലീവ് ചെയ്യും. ഞാനിത് പറയുന്ന സമയത്ത് ശരീരത്തിൽ ഒരു വിറയൽ പോലെ വന്നിട്ട് ആ രോഗം അതോടെ മാറിപ്പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കരൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ദൈവിക രോഗസൗഖ്യം കർത്താവെ അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസമോ രോഗമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ആ വിടുതൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് പ്രയാസത്തിലാണെങ്കിലും അതിൻ്റെ മേൽ കർത്താവ് ഒരു വിടുതൽ നൽകണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർ
ഇപ്പോൾ തന്നെ വിശ്വസിക്കുക, കർത്താവെ അത്ഭുതകരമായൊരു പൈതലിനെ കർത്താവ് കൊടുത്തനുഗ്രഹിക്കണം. താങ്ക് യു ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും നന്ദി പറയുന്നു. നാളത്തേത് കാണാൻ മറക്കരുത്. ഇതിൻ്റെ തുടർച്ചയായ സന്ദേശമാണ് ഈ ആഴ്ചയിലുടനീളം. ന്യൂയോർക്കിലും ദുബായിലും ഷാർജയിലും ഒക്കെ ഈ സന്ദേശത്തിലൂടെയും ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൂടെയും കർത്താവ് അനേകരെ അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും മുടങ്ങാതെ കാണണം. ഈ ആഴ്ചയിൽ നിലമ്പൂരിലും തൃശ്ശൂരിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ഒക്കെ, DVD-കൾ CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് ഫോൺ വിളിച്ച് ആവശ്യപ്പെടാം, ഓൺലൈനായി കരസ്ഥമാക്കാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.